അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപ മുതൽ 5000 രൂപയ്ക്ക് ഇടയിലുള്ള ഹെൽമെറ്റ് എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കണം മച്ചാന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഒട്ടും തന്നെ മിസ്സാക്കാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. കാരണം ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ ബ്രാൻഡിനെ കുറിച്ചും നമ്മുടെ ടീം റെഡി ചങ്കമാലിലുള്ള എല്ലാ കളക്ഷനെ കുറിച്ചും കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഒട്ടും തന്നെ മിസ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഗൈസ് എനിക്ക് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. നമ്മൾ തൊട്ടുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അറൗണ്ട് 1500 മുതൽ ഒരു 3000 രൂപയ്ക്ക് താഴെയുള്ള ഹെൽമെറ്റ്സ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ മോളിൽ കാണുന്ന ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതേ നമ്മുടെ ഈ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 3000 റേഞ്ചിൽ വന്നതെന്ന് പറയുമ്പോൾ ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് എഡിഷനാണ്. നമുക്കറിയാം ആക്സിസ് എന്ന് പറഞ്ഞ ഹെൽമെറ്റ് നമ്മുടെ MT ഹെൽമെറ്റ്സിൻ്റെ കുറച്ചും കൂടി സബ് ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 5000-6000 രൂപയൊക്കെ റേഞ്ചിൽ വരുന്ന MT ഹെൽമെറ്റ്സിൻ്റെ തന്നെ ആ സെയിം പ്രീമിയം റേഞ്ച് നമുക്കിത് ഈ ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് സീരീസിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2880 രൂപ വരുന്നുള്ളൂ. അതായത് നമുക്കറിയാം നോർമലി നമ്മുടെ മാർക്കറ്റിൽ ഒരു സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ്, അത്യാവശ്യം ഡബിൾ വൈസറൊക്കെ ഉള്ള ഒരു സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് മേടിക്കണമെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ 2500 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 2800 രൂപയ്ക്ക് ഈ ആക്സിസിൻ്റെ സീരീസ് കിട്ടാമെന്ന് പറഞ്ഞത് ഒട്ടും മോശമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതെ നമുക്കപ്പോൾ ആക്സിസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ പറയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നതെന്ന് പറയുമ്പോൾ പോളി കാർബണേറ്റ്സ് അല്ല. അതായത് നമുക്ക് അറിയാം ആക്സോർ അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രീമിയം റേഞ്ച് ആയിട്ടുള്ള SMK തുടങ്ങിയൊക്കെയുള്ള ഹെൽമെറ്റ്സിനൊക്കെ വന്നതെന്ന് പറയുമ്പോൾ പോളി കാർബണേറ്റ് ഷെല്ലാണ്. ആ സെയിം ഷെൽ ക്വാളിറ്റി തന്നെയാണ് ഈ ആക്സിസിൻ്റെ ഹെൽമെറ്റും ഇവർ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് സീരീസിൽ നമുക്ക് വന്നതെന്ന് പറയുമ്പോൾ ISI മാർക്കും അതുപോലെ തന്നെ ഡോട്ട് സർട്ടിഫിക്കേഷനും, അങ്ങനെ 2 സർട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഹെൽമെറ്റിൽ വന്നിട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് വന്നതെന്ന് പറയുമ്പോൾ 1500 + 50 or -50 ഗ്രാംസാണ് വെയിറ്റ് തന്നെ. അപ്പോൾ 1500 ഗ്രാമൊക്കെ തന്നെ ഇതിൽ വന്നോളൂ. പിന്നത്തെ കാര്യം വെച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു നല്ല പ്രീമിയം ഹെൽമെറ്റ്സിൽ വന്ന സെയിം പാഡിങ് ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ല സ്മൂത്തി പാഡിങ് ആയിരിക്കും ഇവർ തന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് വന്നത് കണ്ടില്ലേ, ഡബിൾ ഡിയറിംഗ് ഒന്നുമല്ല, നോർമൽ നമുക്ക് ചിൻ സ്ട്രാപ്പ് ലോക്ക് തന്നെ ആയിരിക്കും തന്നത്. അപ്പോൾ ഒരു 3000 പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ സാധനമാണ് ആക്സിസിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് സീരീസ് തന്നെ നമുക്കിപ്പോൾ മാറ്റ് ഫിനിഷിലും അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷിലും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു 5-6 പീസ് മാത്രമല്ല കേട്ടോ നമുക്ക് ആക്ച്വലി വന്നേ. നമുക്കിപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സീരീസിലുള്ള ഒരു 1-2 ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൂ. നമുക്ക് മൊത്തത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ ആക്സിസ് സെഗ്മെൻറ്റിന് മാത്രം എല്ലാ ഗ്രാഫിക്സും എല്ലാ കളേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ അറൗണ്ട് 50 to 60+ ഹെൽമെറ്റ്സ് നമുക്ക് ആക്സിസിൻ്റെ സീരീസിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒരു 5-6 ഹെൽമെറ്റ് കുറച്ച് പുതിയ വെറൈറ്റി മോഡൽസും അതിൻ്റെ ഗ്രാഫിക്സും തുടങ്ങിയുള്ള കുറേ ഹെൽമെറ്റ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സാമ്പിളാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി മുന്നോട്ട് കാണിക്കാൻ പോണ എല്ലാ ഹെൽമെറ്റ്സിനും നമ്മൾ ഇതേ കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും കാണിക്കാൻ പോണത്. കാരണം നമുക്ക് എല്ലാ ഹെൽമെറ്റ്സിൻ്റെയും എല്ലാ കളേഴ്സും എല്ലാ മോഡൽസും തുറക്കം തന്നെ കാണിക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ അതിനായും തന്നെ ഒരു സോറി പറയാണ്. ഓക്കെ, ഇതിൽ വന്നതെന്ന് പറയും പോളി കാർബണേറ്റ് ഷെല്ലാണ്. മാത്രമല്ല ഇത് കുറച്ചും കൂടി നല്ല എയറോഡൈനാമിക് ഷേപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർ വെൻസ് ആണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ 2 എയർ വെൻറ്റും ബാക്കിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞോണം ഈ ഉള്ളിൽ ചൂടെടുക്കണ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കണ്ടില്ലേ പിൻലോക്കിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റി ഫോഗ്, നല്ല മഴയും മഞ്ഞുള്ള ക്ലൈമറ്റിലൊക്കെ നമുക്ക് ഒരുപാട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഫോഗ് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ആൻറ്റി ഫോഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈസറൊക്കെ കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ 2 സൈഡിൽ ലോക്ക് ഊരി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഈ വൈസർ മാറ്റിയിട്ട് ഇതിൽ ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് അങ്ങനെ പല കളേഴ്സിലുള്ള വൈസേഴ്സ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽമെറ്റ് നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങൾക്ക് ആ കളറിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈസർ നമുക്ക് ഈസി ആയിട്ട് ആക്കാൻ പറ്റും. കണ്ടില്ലേ, സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ വൈസർ ലോക്ക് ഊരിയൊക്കെ ഇട്ട് കാണിച്ചു തന്നു. ഓക്കെ, ഇനി അടുത്ത ഹെൽമെറ്റ് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് തൊട്ടടുത്തതായിട്ട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ ആക്സോറിൻ്റെ റേഞ്ച് സീരീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആക്സോർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 5000 റേഞ്ചിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുലുക്കി മറിക്കണ ആക്സോറിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞ സീരീസും അതുപോലെ തന്നെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതേ ഹെൽമെറ്റിൻ്റെ തന്നെ ബേസ് മോഡലായിട്ടാണ് ഈ ആക്സോറിൻ്റെ റേഞ്ച്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ആക്സോറിൻ്റെ റേഞ്ച് സീരീസിലാണെങ്കിൽ ഇത് ഈ കാണുന്ന 4 മോഡലല്ല, നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഗ്രാഫിക്സും ഒരുപാട് കളർ ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച്
ടോപ്പായിട്ട് നിൽക്കുന്ന കുറച്ച് മോഡൽസും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും അതിൻ്റെ മാറ്റ് ഫിനിഷൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തേക്കണമെന്ന് പറയുമ്പോൾ നോർമൽ ABS പ്ലാസ്റ്റിക് ഷെല്ലാണ്. അതായത് നമ്മുടെ പോളികാർബൺ ഷെല്ലിൻ്റെയൊക്കെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഗ്രേഡ് ഷെല്ലാണ് ഇവർ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സൊക്കെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിസ് കണ്ടപ്പോൾ ഇല്ലാതിരുന്ന ഒരു അഡീഷണൽ സ്പോയിലർ ഇവർ ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽമെറ്റിന് കുറച്ചും കൂടി നല്ല അഗ്രസീവ് ലുക്കും അതുപോലെ തന്നെ കണ്ടില്ലേ എയറോഡൈനാമിക് ഷേപ്പിൻ്റെ ഒക്കെ ആ ഒരു ഫുൾ ലുക്ക് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ടോപ്പിൽ തന്നെയായിട്ട് നമുക്ക് എയർ വെൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നെറ്റി ഫോർഹെഡ് ഭാഗത്തൊന്നും ഒരു തുള്ളി പോലും വേർപ്പിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പറഞ്ഞോളം നമുക്ക് തലയിൽ ചൂടെടുക്കുന്ന കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ അല്ല, ആക്സിസിൻ്റെ ഹെൽമെറ്റ്സിനൊക്കെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വൈസേഴ്സിന്, അതായത് ഈ ഒരു വൈസറൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. പക്ഷേ ആക്സർ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈസർ ഇൻ കേസ് താഴെ വീണ് പൊട്ടേ അല്ലെങ്കിൽ സ്ക്രാച്ച് ആകെ ചെയ്ത് കഴിഞ്ഞാൽ വെറും 350 രൂപ 400 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ആക്സറിൻ്റെ ഒക്കെ വൈസേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ഇതിൽ നമുക്ക് മിറർ എഡിഷനും അതുപോലെ തന്നെ പ്ലെയിൻ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലൊക്കെ നമുക്ക് വൈസേഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും യൂസ് ചെയ്തേക്കുന്ന സർട്ടിഫിക്കേഷൻ നമുക്ക് കുറച്ചും കൂടി കിഡിലെന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, ഇതിൽ ISI മാർക്കും അതുപോലെ തന്നെ ഡോട്ട് സർട്ടിഫിക്കറ്റും EC സർട്ടിഫിക്കറ്റും അങ്ങനെ 3 സർട്ടിഫിക്കേഷനും നമുക്ക് ഇതേ ഹെൽമെറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നത്തെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3000 രൂപ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് സൈസ് വരുന്നുണ്ട്. ഞാൻ തൊട്ടുമുമ്പ് പറയാൻ വിട്ടുപോയി, സൈസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL വരെയുള്ള മിക്കവാറും എല്ലാ സൈസസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ 3000 രൂപ റേഞ്ചിലുള്ള ഹെൽമെറ്റിൽ എടുത്ത് പറയാൻ പറ്റണ ഒരു മെയിൻ ഫീച്ചർ ഇത് ഈ ഹെൽമെറ്റിലുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളിപ്പോൾ എല്ലാവരും ലോങ് ഒക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോൾസും അതുപോലെ തന്നെ നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്ലൂടൂത്തും അതുപോലെ ഇൻ്റർകോംസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്സർ പോലത്തെ ഹെൽമെറ്റിനൊക്കെ പാഡിങ്ങിൽ അവർ അതിനുള്ള ഓപ്ഷൻ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്പീക്കർ കാര്യങ്ങൾ ബ്ലൂടൂത്തിൻ്റെ ഒക്കെ വെക്കുമ്പോൾ ഈ പാഡിൻ്റെ അകത്ത് തന്നെ സ്പീക്കറിനുള്ള ഹോൾ അവർ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീക്കർ നമ്മുടെ ചെവിയിലൊന്നും ഒരിക്കലും അധികം ടൈറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്ര ചെറിയ ബ്ലൂടൂത്ത് മുതൽ എത്ര വില കൂടി ഇൻ്റർകോംസ് വരികയാണെങ്കിൽ പോലും ആക്സറിലുള്ള പാഡിങ്ങിൽ നമുക്കത് സപ്പോർട്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ പാഡിങ് ക്വാളിറ്റി. 5000 രൂപയുടെ ആക്സറിൻ്റെ അപ്പെക്സ് ഒക്കെ തന്നെ സെയിം ക്വാളിറ്റി പാഡിങ് തന്നെയാണ് ഇവർ ഇതിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെൽമെറ്റ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കേസ് നമ്മളിത് തൊട്ട് മുമ്പ് ആക്സോറിൻ്റെ റേഞ്ച് സീരീസ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടോ. ഇനി അടുത്തത് വരാൻ പോകണമെന്ന് പറയുമ്പോൾ AXR ബ്രാൻഡിൻ്റെ ഹെൽമെറ്റ്സ് ആണ്. അപ്പോൾ AXR ഹെൽമെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിന് കാണിച്ചു തരാം. കണ്ടില്ലേ ഈ ഹെൽമെറ്റ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ ഹെൽമെറ്റാണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തത്. അതുപോലെ തന്നെ അതെ ഈ ഒരു ഹെൽമെറ്റും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഹെൽമെറ്റായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്. മനസ്സിലാവാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ. ഫസ്റ്റ് തന്നെ തോന്നിയവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണോട്ടെ. അപ്പോൾ അതെ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് AXRൻ്റെ ഏറ്റവും പുതിയൊരു മോഡലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. KVTയുടെ ഡെല്ലാപോർട്ട ലെപ്പാഡ് എന്ന് പറഞ്ഞൊരു ഡിഷിൻ്റെ ഒരു ഹെൽമെറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 രൂപ റേഞ്ചിൽ ഇതിൽ ഡബിൾ വൈസർ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ആക്സോറിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് കുറച്ചും കൂടി നല്ല എയറോഡൈനാമിക് ഷേപ്പിലോട്ട് ഇത് ഒറ്റയടിക്ക് കൺവേർട്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഒരു എയർ വെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും 2 എയർ വെൻറ്റ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റി നമ്മൾ തൊട്ടുമുമ്പ് കണ്ട പോലെ ഒന്നുമല്ല. നമുക്കൊരു 8000 റേഞ്ചിലൊക്കെ വന്ന ബിൽമോള ഹെൽമെറ്റ്സിൻ്റെ സെയിം പാഡിങ് ക്വാളിറ്റിയാണ് ഇവർ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് 2 റിഫ്ലക്ടറും ബീഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിമൂവബിൾ പാഡിംഗ് ആണ് ഇതിൽ വന്നത്. ഇതിൻ്റെ വൈസർ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലോക്ക് അടിക്കുമ്പോഴത്തേക്കും തന്നെ വൈസർ ഊരിപ്പോരും. ഈ വൈസർ ആണെങ്കിൽ തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലും ട്രാൻസ്പെറൻറ്റ് കളറിലും ബ്ലൂ കളറിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അറൗണ്ട് ഒരു 800-900 രൂപ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ISI സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഡോട്ട് സർട്ടിഫിക്കേഷനിലും നമുക്ക് ഈ ഹെൽമെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മോളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പർച്ചേസിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ്സിനാണ് നമുക്ക് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ഈ കാണിച്ചു വെച്ചേക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
എല്ലാ കളേഴ്സിൻ്റെയും 1-2 മോഡൽസ് മാത്രമേ നമ്മളോട് വെച്ചിട്ടുള്ളൂ. ഒരു കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ബിൽമോളയുടെ നെക്സ് സീരീസ് ആണ്. അറൗണ്ട് ഒരു 9,000-10,000 രൂപ റേഞ്ച് വരുന്ന ഹെൽമെറ്റാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ AXR ഹെൽമെറ്റും കണ്ടില്ലേ, ഇതിൽ രണ്ടിലും ഒരേ പാഡിങ് ക്വാളിറ്റി തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം, നോക്കിക്കോ. അപ്പോൾ ഈ ഹെൽമെറ്റൊക്കെ മേടിക്കണവരടുത്ത് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് KVT ഹെൽമെറ്റിലോട്ടും അതുപോലെ തന്നെ AGV ഒക്കെ ഹെൽമെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് ഇത്രയും വില കൂടിയ ഹെൽമെറ്റൊന്നും മേടിക്കണമെന്ന് ഞാൻ പറയില്ല. ഈ വില കുറഞ്ഞ ഈ ഒരു 4,000 രൂപ ബഡ്ജറ്റുള്ള ഹെൽമെറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കറൊക്കെ മാറ്റി ഒട്ടിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള ഹെൽമെറ്റ് കമ്പനിയിലോട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ മാത്രമല്ല, നമുക്ക് AGV വിൻ്റർ എഡിഷൻ്റെ നമുക്ക് യെല്ലോ കളറിലും നമുക്ക് ഈ സംഭവം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കറൻലി നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. നമുക്ക് ഈ അടുത്ത് തന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് നമുക്ക് വരുന്നതായിരിക്കും. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ ഇതിൻ്റെ പാഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു ബിൽമോളൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പാഡിങ്ങിൻ്റെ അകത്തായിട്ട് ഇവർ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പെക്ക് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു 1,500 രൂപ 2,000 രൂപയ്ക്ക് നോർമൽ ബ്ലൂടൂത്തിനൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ ബ്ലൂടൂത്ത് മുതൽ നിങ്ങൾക്ക് ഏറ്റവും വില കൂടിയ ഇൻ്റർകോംസ് വരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള പാഡിങ്ങാണ് ഇവരുടെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പാഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് പോകാനും അതുപോലെ തന്നെ കോൾസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെൽമെറ്റ് മേടിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നമ്മൾ ചില ബ്രാൻഡിൻ്റെയൊക്കെ ഹെൽമെറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ പിന്നീട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പാഡിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനത്തെ ഹെൽമെറ്റ്സൊക്കെ മേടിക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഒരിക്കലും തന്നെ വന്നില്ല. അപ്പോൾ നമുക്കിത് അടുത്ത ഹെൽമെറ്റിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇത് 3,000 രൂപ 5,000 രൂപ പ്രൈസ് റേഞ്ചിൻ്റെ ഇടയിൽ തന്നെ അടുത്ത ഹെൽമെറ്റ് ബ്രാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസിൻ്റെ ഹെൽമെറ്റാണ്. നമ്മൾ തൊട്ട് മുമ്പ് ആക്സിസിൻ്റെ നമ്മൾ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സീരീസിനെ നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ആക്സിസിൻ്റെ തന്നെ ഡ്രാക്കൻ എന്ന് പറഞ്ഞ വേറൊരു ഡിഫറെൻറ്റ് മോഡലാണ്. അപ്പോൾ ഈ മോഡലിൻ്റെ സ്പെക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്സിസിൻ്റെ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞ മോഡൽ വൺ ഹിറ്റ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് MRP വന്നിട്ടിരുന്നത് 4,500 ഒക്കെയാണ്. ഇപ്പോൾ കമ്പനി ഇതിൻ്റെ പ്രൈസ് കുറച്ച് അറൗണ്ട് 3,500 റേഞ്ചിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രേക്കൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, കണ്ടില്ലേ, കാണാനൊക്കെ നമ്മൾ ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് പോലെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഹെൽമെറ്റ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പോളികാർബണേറ്റ് ഷെല്ല് തന്നെയാണ് വരുന്നത്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു MT ഹെൽമെറ്റ്സിൻ്റെ സെയിം സബ് ബ്രാൻഡ് തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെൽ ക്വാളിറ്റി കാര്യങ്ങളിലൊന്നും ഒരു തുള്ളി പോലും കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല. പിന്നെ സെഗ്മെൻ്റായിട്ട് എടുത്ത് പറയുമ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബീഡിങ്ങിൻ്റെ ഒക്കെ ഷേപ്പിൽ അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് SMK അതുപോലെ തന്നെ ആക്സർ പോലത്തെ കമ്പനികളുടെയൊക്കെ സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഷേപ്പാണ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. കമ്പനി സ്പോയിലർ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തും അവർ പിൻലോക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല മഞ്ഞുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ നല്ല മഴയുള്ള ക്ലൈമറ്റിലൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻലോക്ക് കാര്യങ്ങളൊക്കെ അഡീഷണൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻറ്റി ഫോഗിനൊക്കെ അറൗണ്ട് 850-900 റുപ്പീസിനൊക്കെ നമുക്ക് ആൻറ്റി ഫോഗ് മേടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കേസ് വെച്ച് ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റിയുടെ നമുക്ക് സെഗ്മെൻറ്റിനേക്കാളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് പാഡിംഗ് ആണ് ഇവർ ഇതിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു മെഷ് ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞോണം സ്വെറ്റ് കാര്യങ്ങളുടെയൊക്കെ വളരെ കുറവുണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോർമൽ ചിൻ സ്ട്രാപ്പ് ലോക്ക് തന്നെയാണ് അവർ ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നത് 1,450 ±50 ഗ്രാംസാണ്. അതായത് അറൗണ്ട് ഒരു 1,450 ഗ്രാംസ് തന്നെയാണ് വെയിറ്റ് വന്നത്. ഇതിൻ്റെ സൈസ് ആണെങ്കിലും നമുക്ക് മീഡിയം, ലാർജ്, XL, XXL തുടങ്ങിയുള്ള എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈസേഴ്സിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഡ്രാക്കൻ സീരീസിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുള്ള ഹെൽമെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈസർ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അറൗണ്ട് ഒരു 900 റുപ്പീസിനൊക്കെയാണ് ഇതിൻ്റെ വൈസർ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എയർവെൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നമുക്ക് താഴെ ഒരു എയർവെൻറ്റ് അതുപോലെ തന്നെ മുകളിലായിട്ടും എയർവെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിലും 4 ഹോൾസ് അവർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഡ്രാക്കൻ സീരീസിലും എടുത്ത് പറയാനുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത ഹെൽമെറ്റ് നമുക്ക് SMK ആയിരിക്കും. അപ്പോൾ SMKയുടെ ഹെൽമെറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ഹെൽമെറ്റ് പരിചയപ്പെടുത്തുന്നത് SMKയുടെ തന്നെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. SMKയുടെ ഹെൽമെറ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 5,000 റേഞ്ച് കാറ്റഗറിയിലൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ വന്നൊരു മോഡലാണ് SMK. അപ്പോൾ ഇതേ SMKയുടെ തന്നെ ബേസ് മോഡൽ ഹെൽമെറ്റാണ് ഈ പറഞ്ഞ SMKയുടെ സ്റ്റെല്ലാർ.
അപ്പോൾ ഇതിൽ ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചില മോഡൽസിന് 4300 അതുപോലെ തന്നെ ചില മോഡൽസിന് 4800 പ്രൈസ് തന്നെ. അത് നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല കേട്ടോ, ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാരണം അവർ 1-2 ടൈമിൽ വന്നേക്കണ പ്രൊഡക്ട്സിന് ചെറിയൊരു പ്രൈസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല ഷോപ്പുകളിലും മേടിക്കാൻ പോകുമ്പോൾ ഒരേ ഹെൽമെറ്റ്സിന് തന്നെ പല ഷോപ്പുകൾ 500 ഈ ഒരു പ്രൈസ് വ്യത്യാസം കാണാം. അത് കടക്കാർ വില കൂട്ടിയിട്ടേക്കണമെങ്കിൽ നിങ്ങൾ ഒട്ടും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ SMKയുടെ സ്റ്റെല്ലാറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഈ സ്റ്റെല്ലാറിൽ എടുത്ത് പറയേണ്ട കേസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻലി പറയേണ്ടത് ഇതിൻ്റെ ഷെൽ ക്വാളിറ്റി തന്നെയുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിൽ പോളികാർബണേറ്റ് ഷെല്ലാണ് കമ്പനി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈലി ഇമ്പാക്ട് ഷെല്ലായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വീഴ്ച കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു വീഴ്ചയാണെങ്കിൽ പോലും നമ്മുടെ ഹെഡിൻ്റെ പ്രൊട്ടക്ഷനിൽ SMK നല്ല 100% സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പിന്നത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4300 ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആൻറ്റി ഫോഗ് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഹെൽമെറ്റ്സിലൊക്കെ ഉള്ള പോലെ തന്നെ ബ്ലൂടൂത്ത് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഈ പാഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോസ് പാഡിങ്ങും, പിന്നെ ഈ പറഞ്ഞോണം ഇവിടെ ഫ്രണ്ടിലുള്ള ചെറിയ എയർവെൻസ്, അതുപോലെ തന്നെ ടോപ്പിലുള്ള 2 എയർവെൻറ്റ്, അതുപോലെ തന്നെ ബാക്കിലും 2 എയർവെൻസൊക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞോണം നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വിയർപ്പും കാര്യങ്ങളൊക്കെ തീരെ കുറവായിരിക്കും. നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് തന്നെയുണ്ട്, നല്ല അടിപൊളി ലുക്കാണ് വന്നത്, നല്ല എയറോഡൈനാമിക് ഷേപ്പാണ് ഇവർ തന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഒരു സ്പോയിലർ ഇല്ല, നമുക്ക് സ്പോയിലർ എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. വെറും 135 രൂപയ്ക്ക് SMKയുടെ തന്നെ കമ്പനി സ്പോയിലർ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ തന്നെ നമുക്ക് ബ്ലാക്ക്, ബ്ലൂ, റെഡ്, വൈറ്റ്, നമുക്ക് ഏത് കളറാണോ വേണ്ടത്, നമ്മുടെ ഹെൽമെറ്റ് ഏതാണോ എല്ലാ ഹെൽമെറ്റ്സിനും എല്ലാ കളറിനും പറ്റിയ സ്പോയിലറും അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് 4300 നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ വെയിറ്റ് വേണ്ടത് 1600 ഗ്രാമാണ്. അതുപോലെ തന്നെ ISIയും EC സർട്ടിഫിക്കറ്റും, അങ്ങനെ 2 സർട്ടിഫിക്കറ്റും നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ SMKയുടെ നമുക്ക് ഈ പറഞ്ഞോണം ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചിൻ സ്ട്രാപ്പ് ലോക്ക് തന്നെയാണ് ഇവർ തന്നേക്കണത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാഡിങ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഫീച്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ മെയിൻലി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാം ഒരു 4000-5000 പ്രൈസ് റേഞ്ചിൽ വന്ന ഹെൽമെറ്റ്സിൻ്റെയൊക്കെ ഈ പുറത്തത്തെ ഈ ഒരു ഗ്ലാസ്സിനൊക്കെ അറൗണ്ട് നമുക്ക് 1000 rupees വരെ പ്രൈസ് വരാറുണ്ട്. SMKയുടെ സ്റ്റെല്ലാർ ഹെൽമെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 450 രൂപയ്ക്ക് ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മാറ്റിയിടാൻ പറ്റും. നമ്മൾ എത്ര സൂക്ഷിച്ച് കഴിഞ്ഞാലും കാര്യമില്ല, നമ്മളിപ്പോൾ ലോങ് നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഉള്ള പൊടിയും ഈച്ചയൊക്കെ അടിച്ചിട്ട് തന്നെ നമ്മുടെ ഹെൽമെറ്റിനൊക്കെ ചെറിയ സ്ക്രാച്ചസ് വീഴും. അല്ലാതെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഹെൽമെറ്റിൻ്റെ ചില്ലിനൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ 450 rupees നിങ്ങൾക്ക് ഇതിൻ്റെ ബ്ലാക്ക് വൈസർ, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വൈസർ, മിറർ വൈസർ, യെല്ലോ ഫോർ നൈറ്റ് വിഷൻ, അപ്പോൾ അങ്ങനെ എല്ലാ വൈസേഴ്സും നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് അടുത്തതായിട്ട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 4500 അതുപോലെ തന്നെ 4800 പ്രൈസ് റേഞ്ചിലുള്ള ഹെൽമെറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ഇത് ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റീൽ ബേഡ് ഹെൽമെറ്റിൻ്റെ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വെർഷനാണ് ഈ പറഞ്ഞ ഇഗ്നൈറ്റ് ഹെൽമെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള പ്രൈസിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ അതായത് 4450 രൂപയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിൽ ISI മാർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡോട്ട് സർട്ടിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് IGN 4 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് സ്റ്റീൽ ബേഡിൻ്റെ SA2 സീരീസ് ഒക്കെ എടുത്തിട്ട് ഷോയി എന്ന് പറഞ്ഞ ബ്രാൻഡിലോട്ടൊക്കെ ഒരുപാട് പേര് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോയിയുടെ സെയിം ലുക്ക് തന്നെ ഒരു ഹെൽമെറ്റാണിത്. ബ്ലാക്കിൽ തന്നെയാണ് ഇത് വരുന്നത്, ഗ്ലോസി ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയാനുള്ള മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4450 റേഞ്ചിൽ നമുക്ക് നല്ല ഡബിൾ വൈസർ കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ട്. മാത്രമല്ല ഇതിലും ഈ പറഞ്ഞോണം ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിരിക്കും, വൈസർ കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാനും പിടിക്കാനെല്ലാം. മാത്രമല്ല ഇതിൻ്റെ പാഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഫിനിഷിങ്ങിലാണ് ഇവർ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു വൈറ്റ് ബ്ലാക്ക് ചെക്ക് ഫിനിഷിങ്ങിലൊക്കെയാണ് കൊടുത്തേക്കണേ. മാത്രമല്ല നമുക്ക് നേരത്തെ നമ്മൾ തൊട്ടുമ്പോൾ ഹെൽമെറ്റ്സിൽ പറഞ്ഞേക്കണ പോലെ നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തായിട്ട് പറയാനുള്ളത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നമുക്കിത് എക്സ്ട്രാ ഒരു ആൻറ്റി ഫോഗും കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4450 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ അറൗണ്ട് 1000 rupees പ്രൈസ് വരുന്ന ആൻറ്റി ഫോഗ് ഇതിൽ ഇമ്പിൾഡ് ആയിട്ട് വന്നുള്ളത് നല്ലൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ. പിന്നെ ഇതേ 4450 റേഞ്ചിൽ നമ്മൾ 3000-4000 പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വേറെ ഒരുപാട് ഹെൽമെറ്റ്സ് ഉണ്ടെങ്കിലും ഇതിനൊന്നും ഡബിൾ ഡിയറിംഗ് ലോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ 20000 റേഞ്ച് തന്നെ AGVയുടെ ഹെൽമെറ്റ്സിന് പോലും ഇപ്പോൾ ഡബിൾ ഡിയറിംഗ് ലോക്കാണ് വരുന്നത്. അപ്പോൾ അത്രയും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണ ലോക്ക് സിസ്റ്റമാണ് ഡബിൾ ഡിയറിംഗ്.
അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഡബിൾ ഡിയറിങ് കാര്യങ്ങളിലും എല്ലാത്തിലും മുൻപന്തി തന്നെ ഉണ്ടെന്നുള്ളതും നമുക്കിതേ ഒന്നുകൂടി എടുത്ത് പറയാനുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി പ്രൈസ് റേഞ്ച് കൂടിയതും അതുപോലെ തന്നെ കുറച്ചും കൂടി വേറെ മോഡലിൽ വന്നേക്കണ കാണിച്ചു തരാം. ഇത് IGN 8 എന്ന് പറഞ്ഞ മോഡലാണ്. ഇഗ്നൈറ്റിൻ്റെ 8th സീരീസാണ്. ഇതിലും ഡോട്ട് സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ISI സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1550 ±50 ഗ്രാമാണ് തന്നെ. പിന്നെ ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലേ, ഫുൾ ബ്ലാക്ക് ഹെൽമെറ്റ് നോക്കി നടക്കണ മച്ചാന്മാർക്ക് ഞാൻ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യണത് വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് നോർമലി നമ്മൾ കാണുന്ന പോലെ ആക്സോറിൻ്റെ SMKയുടെയും കോമൺ ആയിട്ട് വന്ന ഹെൽമെറ്റ്സിനുള്ളൊരു ഷേപ്പല്ല. കണ്ടില്ല, ഇതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി ഡിഫറെൻറ്റ് ലുക്കിലായിരിക്കും വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ സ്പോയിലർ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് റെഡ് സ്പോയിലറും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബ്ലാക്ക് സ്പോയിലറും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു മെയിൻ ലുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈസറുണ്ട്. കാരണം നോർമലി നമ്മളെല്ലാവരുടെയും ഹെൽമെറ്റ്സിൻ്റെ വൈസർ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു പ്ലെയിൻ ഷേപ്പിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൽ അവർ ചെറിയൊരു സ്റ്റെപ്പ് കട്ടിംഗ് ഒക്കെ ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വൈസറിൻ്റെ ഈ സ്റ്റിക്കർ നമ്മൾ പീൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ കളറായിരിക്കും. അതായത് ഈ പുറത്ത് കാണുന്ന കളറല്ല ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ ആൾക്ക് ഇത് പ്ലെയിനായിട്ടും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ നമുക്ക് റെഡോ അല്ലെങ്കിൽ ഇത് ഓരോ സൈഡിൽ നിന്ന് ഓരോ കളറ് ഗ്രീൻ ബ്ലൂ ഒക്കെ ആയിട്ട് നമുക്ക് മിക്സിൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിലും ഇംബിൾഡ് ആൻറ്റി ഫോഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ പ്രൈസ് എത്ര വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെറും 4700 രൂപയാണ് ഇതിൻ്റെ പ്ലെയിൻ ഗ്രാഫിക്സിന് കമ്പനി വില ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും പറഞ്ഞു വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡബിൾ ഡിയറിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇൻ്റർകോംസ് തുടങ്ങിയുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പാഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടുമ്പോൾ കണ്ട പോലത്തെ ഒരു പോളിസ്റ്റർ പാഡിംഗ് അല്ല, പക്ക നല്ല കോട്ടൺ പാഡിംഗാണ് ഇവർ യൂസ് ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചൂട് കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല കണ്ടില്ലേ, ഇതിൻ്റെ ടോപ്പിലൊരു എയർ വെൻറ്റ്, തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു എയർ വെൻറ്റ്, അതും പോരാഞ്ഞിട്ട് ഇതിൻ്റെ സ്പോയിലറിൻ്റെ അകത്ത് 2 എയർ വെൻറ്റ്സ്, അതുപോലെ തന്നെ ചിൻ എയർ വെൻറ്റ് തുടങ്ങിയുള്ള എല്ലാം ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 4700 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു പ്ലെയിൻ ഗ്രാഫിക്സ് ഹെൽമെറ്റ് നോക്കണമെങ്കിൽ, പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വൈറ്റ് കളറൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നൈറ്റിൻ്റെ മോഡൽ നിങ്ങൾക്ക് എന്തായാലും പരിഗണിക്കാം കേട്ടോ. നല്ല കിടിലൻ മോഡൽസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പോയിലറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇഷ്ടം പോലെ മോഡൽസ് നമുക്ക് കണ്ടിട്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡബിൾ വൈസർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നല്ല കിഡിലൻ മോഡൽ സ്വിച്ചാണ് വന്നേക്കണേ. നമ്മൾ സാധാരണ നോർമലി കണ്ട് ശീലിച്ച പോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ച് അല്ലേ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതേ ഹെൽമെറ്റിൻ്റെ തന്നെ വേറെ ഒരുപാട് ഗ്രാഫിക്സിൽ നമുക്കുണ്ട്. അറൗണ്ട് 25-30 ഗ്രാഫിക്സ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ 1-2 മോഡൽസ് നമ്മൾ സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു മോഡൽ വന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെ ആയിരിക്കും. സൈസ് ആണെങ്കിൽ നമുക്ക് മീഡിയം, ലാർജ്, XL സൈസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് വരുമ്പോൾ പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 4999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5000 താഴെ വരുന്ന ഒരുമാതിരിപ്പെട്ട ഹെൽമെറ്റ്സൊക്കെ തീർന്ന് നമുക്കിനി ഒരു ഹെൽമെറ്റിൻ്റെ കമ്പനി കൂടി ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഈ 5000 മുതൽ സ്റ്റാർട്ട് ചെയ്യണത് 5000 എബോവ് ഉള്ള എല്ലാ ഹെൽമെറ്റ്സിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കണമെന്നായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് ആണെന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ ആക്സിസിൻ്റെ ഈഗിൾ SV എന്ന് പറഞ്ഞ മോഡൽ ഞാൻ തൊട്ടുമ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായി. ഇതെന്ന് പറയുമ്പോൾ ആക്സിസിൻ്റെ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 4500 5000 ബിലോ റേഞ്ചിൽ കണ്ടില്ലേ ഒരു സ്പോയിലറൊക്കെ വെച്ചിട്ട് വെറുതെ അക്രമ ലുക്ക് ഒന്നും പറയാനില്ല. അതായത് ആക്സിസിൻ്റെ സെഗ്മെൻ്റ് ആയിക്കോട്ടെ, ആക്സിസിൻ്റെ ഡ്രാക്കൻ ആയിക്കോട്ടെ, അത് രണ്ടിനെയും കടത്തി വെട്ടിയിട്ട് ഇതുണ്ട്. ഈഗിൾ SV എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ലോഞ്ച്. അതായത് ആക്സോർ SMK തുടങ്ങി 5000 എബോവ് റേഞ്ച് തന്നെ ഹെൽമെറ്റ്സിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കമ്പനി ഇറക്കിയേക്കുന്ന ഒരു സീരീസ് ആണ്. നമുക്ക് അതിലൊക്കെ കിട്ടണ സെയിം സ്പെക്ക് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു റേഞ്ചിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കലക്കാനായിട്ട് പറഞ്ഞുതരാം. ഗൈസ് ആക്സിസിൻ്റെ ഈഗിൾ SVനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പോയിലറാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത്. കാരണം സെഗ്മെൻറ്റ് സീരീസിനും ഡ്രാക്കൻ സീരീസിനും ഈ ഒരു സ്പോയിലർ ഒരു ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ റിമൂവബിളായിട്ട് വെച്ചേക്കുന്ന ഒരു സ്പോയിലറാണ് വേണ്ടത്. നമുക്ക് വേണ്ടെങ്കിൽ നമുക്കിത് ഊരാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ സ്പോയിലർ ആണെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് ഫിനിഷിലാണ് വന്നേക്കണേ. കണ്ടില്ല, ഇതിൻ്റെ ബ്ലാക്കിനാണെന്നുണ്ടെങ്കിൽ 4500, അതായത് പ്ലെയിൻ കളേഴ്സിനാണെങ്കിൽ 4500, ഇതിൻ്റെ ഗ്രാഫിക്സ് വരുന്ന മോഡൽസിനാണെന്നുണ്ടെങ്കിൽ 4800 ആണ് ഇതിൻ്റെ പ്രൈസ് തന്നെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പെക്ക് ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സെയിം മോഡൽ പോലെ തന്നെ ഇതിലും ഒരു പിൻ ലോക്ക് കാര്യങ്ങളൊക്കെ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലോങ്ങോ
അല്ലെങ്കിൽ പറഞ്ഞോണം വല്ല ഹൈ റേഞ്ച് ഓഫ് റോഡൊക്കെ തുടങ്ങിയൊക്കെ പോകുമ്പോൾ നമുക്ക് ആൻറ്റി ഫോഗിൻ്റെ യൂസേജ് വരുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ആൻറ്റി ഫോഗ് ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ വൈസർ ഫീച്ചർ കമ്പനി ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള ആക്സിസിൻ്റെ ഹെൽമെറ്റ്സിനൊന്നും ഡബിൾ വൈസർ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സീരീസിലാണെന്നുണ്ടെങ്കിൽ അവർ ഡബിൾ വൈസറും കൊടുത്തിട്ടുണ്ട്. അതും 4500 തന്നെ റേഞ്ചും വന്നിട്ടുള്ളൂ. പോരാത്തതിന് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽമോഡ സീരീസിലൊക്കെ വന്നിട്ടുള്ള പോലെ ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് പ്രീമിയം പാഡിങ് ക്വാളിറ്റിയാണ് ഇവർ ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാഡിംഗ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവബിൾ ആയിരിക്കും. കേട്ടോ, പാഡിങ് നമുക്ക് ഊരി ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷെല്ല് വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളികാർബണേറ്റ് ഷെല്ലായിരിക്കും. അതിൻ്റെ തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഇമ്പാക്ട് പോളികാർബണേറ്റ് ഷെല്ലായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സർട്ടിഫിക്കേഷൻ വന്നതെന്ന് പറയുമ്പോൾ ISI സർട്ടിഫിക്കേഷനും ഡോട്ട് സർട്ടിഫിക്കേഷനും ECE സർട്ടിഫിക്കേഷൻ, അങ്ങനെ 3 സർട്ടിഫിക്കേഷനും ഈ ഹെൽമെറ്റ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു പ്രീമിയം റേഞ്ചിലോട്ടുള്ള ഹെൽമെറ്റിൻ്റെ എല്ലാ സർട്ടിഫിക്കേഷനും നമുക്കിതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈസി റിമൂവൽ ആയിരിക്കും. കണ്ടില്ലേ, നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഗ്ലാസ്സിനാണെങ്കിൽ തന്നെ നമുക്കൊരു 800-900 ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെ. അതുപോലെ തന്നെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ മിറർ ടൈപ്പ് ഫിനിഷും അതുപോലെ തന്നെ റെഡ് ബ്ലൂ തുടങ്ങിയുള്ള കളേഴ്സിലൊക്കെ നമുക്ക് ഇതിൻ്റെ വൈസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡബിൾ വൈസറിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. നമുക്ക് നല്ല ലോങ് ഒക്കെ പോണ സമയത്ത് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സൺ വൈസർ എന്നും പറയും, UV പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ലോങ് ആവും നമ്മുടെ ഉള്ളിലേക്ക് ഒരു തുള്ളി പോലും വെയിലടിക്കാണ്ട് നമുക്ക് ഡബിൾ വൈസർ ഉണ്ടാവും. നമ്മളല്ലാത്ത ഡബിൾ വൈസർ ഇല്ലാത്ത മോഡൽ ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് സ്പെക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ കണ്ണാടി യൂസ് ചെയ്യണവർക്ക് വേണ്ടിയിട്ട്, അതായത് സ്പെക്സ് യൂസ് ചെയ്യണവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പാഡിങ്ങാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെക്സ് യൂസ് ചെയ്യണവർ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരുപാട് പ്രഷർ വരും. പക്ഷേ ഇതിൽ ആ ഒരു കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെക്സിൻ്റെ ആ ഒരു ലെഗ് പോണ ഏരിയയിൽ ഇവർ കുറച്ചും കൂടി മൈന്യൂട്ടായിട്ട് പാഡിങ് ചെയ്തേക്കുന്നത്. ഊരെടുക്കാനും വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഹെൽമെറ്റ് നിങ്ങൾ പുതിയതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്സിസിൻ്റെ ഈഗിൾ SV ഹെൽമെറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് പരിഗണിച്ചോ. കാരണം വേറെ ഒന്നുമല്ല, ഈ 4500 റേഞ്ചിൽ ഇത്രയും 3 സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നല്ല കിഡിലൻ പോയിൻറ്റഡ് സ്പോയിലറും ഡബിൾ വൈസറും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സുള്ള വേറൊരു ഹെൽമെറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈഡെക്സിൻ്റെ ഹെൽമെറ്റ്സ്, സ്യൂസിൻ്റെ ഹെൽമെറ്റ്സ്, ബൈസൺ ഹെൽമെറ്റ്സ്, അങ്ങനെ ഒരുപാട് ഹെൽമെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എറൗണ്ട് 5000 തൊട്ട് താഴെ വന്നതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇതിൻ്റെ 5000 റേഞ്ച് കാറ്റഗറിയുടെ ഹെൽമെറ്റ് നിങ്ങൾ കാണിക്കുമ്പോൾ അതിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ 5000, 6000, 7000 റേഞ്ചിൽ ഹെൽമെറ്റ് തപ്പി നടക്കണ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കിട്ടെ. ഇത്ര റേഞ്ച് ഹെൽമെറ്റ് നമ്മളിനി വീഡിയോ കാണിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു 5000, 6000, 7000 റേഞ്ചിലുള്ള ഹെൽമെറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഹെൽമെറ്റ് തപ്പി നടക്കണവർ മസ്റ്റായിട്ടും അടുത്ത വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന റൈഡെക്സിൻ്റെ ബാക്കിയുള്ള ഹെൽമെറ്റ്സൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ കാര്യങ്ങൾ തരാം. കൂടുതൽ പർച്ചേസ് ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ teamredditch.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന എല്ലാ ഹെൽമെറ്റ്സും സ്റ്റോക്ക് ഉണ്ടാവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് എന്തെങ്കിലും കൂടുതൽ വേണമെന്നാണെങ്കിൽ തന്നെ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ഷോപ്പിലോട്ട് ഡയറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് നോക്കി ഇഷ്ടപ്പെടുന്ന ഹെൽമെറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരുപാട് സ്റ്റാഫ് നമുക്കിവിടെ ഉണ്ട്. അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഹെൽമെറ്റ് പക്ക കംഫർട്ടായിട്ടുള്ള സാധനങ്ങളും നിങ്ങളുടെ വണ്ടിക്ക് മാച്ച് ആയിട്ടുള്ള കളേഴ്സും അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സംഭവം നമ്മുടെ ഷോപ്പിലുള്ള ഫുൾ ഹെൽമെറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, സ്റ്റേ ട്യൂൺഡ്.